ഹായ് ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സീബ്രീം ഫിഷാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് നമ്മളിന്ന് അതിനെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല കിട്ടിയില്ല മസാലയാണ് കേട്ടോ. ഇവിടെ നല്ല ഉച്ചയ്ക്ക് നല്ല അടിപൊളി ലഞ്ചിൻ്റെ കൂടെ നമ്മുടെ സീബ്രീം ഫിഷ് മസാല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്തെടുത്ത മസാലയാണ്. നമ്മുടെ ഫിഷ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണ ആകെ എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ലപോലെ വരഞ്ഞു കൊടുത്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 5-8 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ ഫിഷ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ അളവിൽ വേണമല്ലോ. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം, അതുപോലെ തന്നെ കുരുമുളക് പൊടിയായിട്ട് വേണേലും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ഗാർലിക്കും അതുപോലെ തന്നെ ജിഞ്ചറും പൊടിയാണ് ചേർത്ത് കൊടുത്തിരുന്നത്. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ആ കവർ കാണിച്ചു തന്നത്. പിന്നെ അതിന് ആവശ്യത്തിലേക്ക് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ അളവിൽ. പിന്നെ വിനാഗിരി 1 ടീസ്പൂൺ അളവിൽ, അതുപോലെ തന്നെ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ അളവിൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആദ്യമേ ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം കേട്ടോ. ഫിഷിലൊക്കെ പിടിക്കാൻ പറ്റിയ നല്ല കറക്റ്റ് പാകത്തിനാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഫിഷ് അങ്ങോട്ട് വയ്ക്കുക. ഇനി ഇതിനെ നമുക്ക് നല്ല പോലെ മസാലയിലങ്ങ് കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കണം. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ക്ലീൻ ചെയ്തിട്ടൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഷ് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ് കട്ട പിടിച്ച് ഐസ് കട്ട മാറുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും. ഇനി അതിൻ്റെ കൂടെ ഉപ്പ് കൂടി ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വലിയ ഫിഷുകളിൽ ഉപ്പ് പിടിക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉപ്പ് ചേർത്താൽ അങ്ങ് പിടിക്കില്ല. അപ്പോൾ അതുപോലെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ ഫിഷിൽ പെട്ടെന്ന് വറക്കുമ്പോഴൊക്കെ ഉപ്പ് പിടിക്കും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഫിഷ് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എടുത്ത് നേരെ വറക്കാനായിട്ട് വയ്ക്കുകയാണ്. കുറച്ചധികം വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കുക. അപ്പോഴാണ് എന്താ പറയുക, നമ്മുടെ ഫിഷ് ഫ്രൈക്കൊക്കെ നല്ല രുചി കിട്ടുന്നത്. ഇത് കുറച്ച് കൂടുതൽ എണ്ണ വേണം കേട്ടോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് എപ്പോഴും ഒന്നും ഉണ്ടാക്കണ്ട, വല്ലപ്പോഴും മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഒരു സൈഡ് വറുത്തിട്ടതിന് ശേഷം അടുത്ത സൈഡ് ശരിയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഒരു 5-10 കൊച്ചുള്ളിയും 1 കഷ്ണം തക്കാളിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ടിട്ട് അടുത്ത സൈഡ് കൂടി ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലായ്പ്പോഴും പറഞ്ഞ് ശല്യപ്പെടുത്താറുള്ളതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം തൊട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ വീഡിയോസൊക്കെ കാണുന്ന വീഡിയോസും ഈ വീഡിയോയുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല ജലദോഷം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത്. കറക്റ്റായിട്ട് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി, പക്ഷേ എപ്പോഴാണ് വോയിസ് കൊടുക്കുന്നത്. ഇത്രയും നാളും അത്രയും വോയിസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് റെഡിയായപ്പോൾ ഞാൻ അങ്ങ് വോയിസ് ഓർഡർ കൊടുക്കുകയാണ്. നമ്മുടെ ഫിഷ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഒന്ന് സൈഡിലോട്ടൊക്കെ തിരിച്ച് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ നിന്നൊരു പകുതി എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ മാത്രമേ യൂസ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് കൂടുതൽ എണ്ണ തന്നെ ഇതിന് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ഒരു 10 എണ്ണം, 1/2 കഷ്ണം തക്കാളി, ഇത് നന്നായിട്ട് എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മസാല പുരട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു നോക്കുന്നില്ല, ബാലൻസ് വരുമല്ലോ, അത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും മുഴുവൻ മസാല നമുക്ക് ആവശ്യം വന്നില്ല, പകുതി എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ നേരത്തെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പൊടിയല്ലേ ചേർത്തിരുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ചതച്ച് ചേർക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ഒരു ഫ്ലേവർ ഇതിൻ്റെ മസാലയുടെ കൂടെ ആകുമ്പോഴുണ്ടല്ലോ, അത് തൊലിച്ച് കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
വേണമെങ്കിൽ നമ്മൾ മസാലയ്ക്ക് അരയ്ക്കുമ്പോഴും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാമായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളി നന്നായിട്ട് വാടി തളർന്ന് കിട്ടും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബാലൻസ് ഇരിക്കുന്ന ആ മസാല കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പ്രത്യേകിച്ച് പൊടികളൊന്നും ഇനി നമുക്ക് മസാലയിലോട്ട് ചേർക്കേണ്ടതായിട്ടില്ല, ഓൾറെഡി എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മസാല ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഒരു കുറച്ച് ജാറിൽ നല്ല കട്ടിയായിട്ട് ഇരുന്നുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മസാലയിൽ ആ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി എടുക്കാം. കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി മസാല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് പരിവായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചാൽ മതി കേട്ടോ. നല്ലപോലെ എണ്ണ ആവശ്യമാണ് ഇതിന്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ മാത്രം കഴിക്കുക. നമ്മൾ ഓയിലൊക്കെ കൂടുതൽ അവോയ്ഡ് ചെയ്ത് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിലോട്ട് ഇതുപോലെ പുറമെ നന്നായിട്ട് നമ്മുടെ മസാല അങ്ങ് പൊത്തി വയ്ക്കുക. ഇങ്ങനെയല്ലേ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷിന് ഇതുപോലത്തെ ഗ്രേവി സൈഡിലൊക്കെ നിറച്ചിങ്ങനെ ഉണ്ടാവില്ലേ, അതിങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മസാല പുരട്ടി. എനിക്കിത് ഗാർണിഷ് ചെയ്യാനുള്ള സമയം സത്യം പറഞ്ഞാൽ കിട്ടിയില്ല കേട്ടോ. ഊണ് കുറച്ച് ലേറ്റായി. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വന്നപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് സവോള തക്കാളിയൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാനോ ഫോട്ടോ തമ്പനെയിലിന് വേണ്ടി എടുക്കാനോ ഒന്നും പറ്റിയില്ല. പക്ഷേ നല്ല അടിപൊളി സംഭവമായിരുന്നു. ഇങ്ങനെയൊന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും ഒന്നും വേണമെന്ന് പറയുന്നില്ല, കാരണം നല്ല എണ്ണ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് മസാലയും ഇതുപോലെ നമ്മുടെ ഫിഷിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ കണ്ടതാ, ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ഇതിലെ ഓയിലൊക്കെ ഇറങ്ങി എന്താ പറയുക ചുറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ നമ്മൾ നല്ല സെബ്രി മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ഒരു 2-2:30-3 മണി ആയിട്ടുണ്ടാവും. ഞങ്ങൾ ചോറുണ്ണാൻ പോവാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു സൺഡേയിൽ ഉണ്ടാക്കിയ ലഞ്ചായിരുന്നു കേട്ടോ ഇത്. നല്ല അടിപൊളി ചോറും നല്ല പരിപ്പും ഒക്കെ വെച്ചിട്ട് ചക്കക്കുരുവും പരിപ്പും മുരിഞ്ഞ ഇലയൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി കറിയും, അതുപോലെ മത്തി ഫ്രൈ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ക്യാരറ്റ് തോരനുമായിരുന്നു ഒന്ന്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.